കേരളം നടുങ്ങിയ സംഭവമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം. 2018-ലുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറും മകളും മരണപ്പെട്ടു. ഭാര്യ ലക്ഷ്മി രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഭാര്യ ലക്ഷ്മി നിശബ്ദയായി തന്നെ തുടർന്നു. തന്നെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒക്കെ കഥകൾ രചിക്കപ്പെടുമ്പോഴെല്ലാം അവർ മൗനം തുടർന്നു. ഇപ്പോഴിതാ അപകടമുണ്ടായി വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം. എന്നാൽ അത് പിന്നെയും വിവാദങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ. ലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മ തന്നെ അംഗീകരിച്ചിരുന്നില്ല. ഒരു തവണ മാത്രമാണ് ബാലു തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ, ലക്ഷ്മി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണവും വിമർശനവും വിഷമിപ്പിക്കുന്നതായി അവർ പറഞ്ഞു. സംഗീതത്തിനു വേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായി. അതാണ് വേദനിപ്പിച്ചതെന്നും ലക്ഷ്മി പറഞ്ഞു. ബാലുവിന്റെ മരണത്തിൽ സംശയമുന്നയിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് അവർ പരാതി നൽകിയതും നിയമ പോരാട്ടത്തിന് പോയതും. അന്വേഷണങ്ങളോടെല്ലാം താൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചും സഹകരിച്ചെന്നും ലക്ഷ്മി പറഞ്ഞു. അതേസമയം ബാലഭാസ്കറിന്റെ മരണത്തിൽ ഭാര്യ ലക്ഷ്മി നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധു പ്രിയ വേണുഗോപാൽ രംഗത്തെത്തുകയായിരുന്നു. അമ്മയോട് മാത്രം അകൽച്ച എന്നതിൽ എത്തിച്ചിട്ടുണ്ട്. മകനെ അത്രത്തോളം സ്നേഹിച്ച ആ അമ്മ അതുകൊണ്ട് തന്നെ അവനുമായുള്ള മരുമകളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സ്വന്തം പരാതികളുമായി അതിനിടയിലേക്ക് തടസ്സമായി ചെന്നില്ല. നേരെ മറിച്ച് അവന്റെ ബാലിശമായ പരാതികളും പരിഭവങ്ങളും നിശബ്ദം കേൾക്കുന്നത് തുടർന്നിരുന്നു. അവന്റെ കുടുംബജീവിതത്തിലെ യാഥാർത്ഥ്യത്തെപ്പറ്റി പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി കരഞ്ഞും പാടിയും പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് മീഡിയ അത്രത്തോളം ആഘോഷമാക്കിയ ഒരു സ്നേഹഗാഥ ഉണ്ടായത് എന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകും.